ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സിദ്ധാർത്ഥിന്റെ ശല്യം സഹിക്കാനാകാതെ സുധീഷ് തന്റെ ഭർത്താവാണെന്ന് നിധി സിദ്ധാർത്ഥിനോട് പറയുകയും പിന്നീട് സുഭാഷിൽ നിന്നും സത്യങ്ങൾ അറിയുകയുമാണ് സിദ്ധാർത്ഥ്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിധിയുടെയും സുധീഷിന്റെയും കല്യാണം നടന്നതും പിന്നീട് നടന്ന കാര്യങ്ങളും ഇപ്പോഴവർ ഡിവോഴ്സിനായി അപ്ലൈ ചെയ്തിരിക്കുന്നതുമെല്ലാം സിദ്ധാർത്ഥ് അറിയുന്നു. തുടർന്ന് 5 ആണുങ്ങൾ മാത്രമുള്ള ആ വീട്ടിൽ നിധി താമസിക്കേണ്ട, താൻ എടുത്തു തരുന്ന ഫ്ളാറ്റിലേക്ക് നിധി മാറണമെന്നും സുധീഷുമായുള്ള ഡിവോഴ്സിന് ശേഷം നിധിയെ സിദ്ധാർത്ഥ് വിവാഹം കഴിച്ചോളാമെന്നും ഒക്കെ പറയുകയാണ്. ഇത് കേട്ട് വളരെ ദേഷ്യത്തോടുകൂടി സിദ്ധാർത്ഥിനെ എതിർത്ത് വീട്ടിലേക്ക് വന്ന നിധി സിദ്ധാർത്ഥിനോട് സത്യങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ സുഭാഷിനെ എതിർത്ത് സംസാരിക്കുകയും കുറ്റപ്പെടുത്തുകയുമാണ്. സുധീഷ് സുഭാഷിനെ അടിക്കാനായി കൈയോങ്ങുകയും ഹരീഷ് തടയുകയും ചെയ്യുന്നു. കിളിക്കൂട്ടിലുണ്ടായിരുന്ന നീതു സത്യങ്ങളെല്ലാം തിരിച്ചറിയുകയാണ്. നിധിയും സുധീഷും ഭാര്യ ഭർത്താക്കന്മാരായല്ല ജീവിക്കുന്നതെന്നും അവരുടേത് ഫേക്ക് മാരേജ് ആയിരുന്നു എന്ന് പറഞ്ഞ് സുധീഷിനെയും നിധിയെയും കുറ്റപ്പെടുത്തി ആ സത്യം മറച്ചുവെച്ച ഹരീഷിനോട് ദേഷ്യപ്പെടുകയുമാണ് നീതു. സുഭാഷ് കരഞ്ഞുകൊണ്ട് നിധിയോട് സോറി പറയുന്നുവെങ്കിലും നിധി വളരെ ദേഷ്യത്തോടുകൂടി റൂം അടച്ചിരിക്കുകയാണ്. രാത്രി തന്നെ സുധീഷ് സിദ്ധാർത്ഥന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ചുറ്റും നോക്കിക്കൊണ്ട് ബൈക്കിൽ വരുന്ന സുധീഷ് മനസ്സിൽ പറയുകയാണ്, അവന്റെ വീട് ഇവിടെ എവിടെയോ ആണെന്നാണല്ലോ പറയുന്നത്. ഇതാണെന്ന് തോന്നുന്നു, അവന്റെ വീട് ഇത് തന്നെയാ. അങ്ങനെ ബൈക്കിൽ നിന്ന് ഇറങ്ങിയ സുധീഷ് സിദ്ധാർത്ഥന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. കോള് കണ്ട് സിദ്ധാർത്ഥ മനസ്സിൽ പറയുന്നു, ഇവൻ എന്തിനാ എന്നെ ഫോണിൽ വിളിക്കുന്നത്? അങ്ങനെ സിദ്ധാർത്ഥ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ സുധീഷ് പറയുന്നു, സർ, ഞാൻ സുധീഷ സംസാരിക്കുന്നത്. അപ്പോൾ സിദ്ധാർത്ഥ പറയുകയാണ്, മനസ്സിലായി, പറയൂ. അപ്പൊ സുധീഷ് പറയുകയാണ്, എനിക്ക് നിങ്ങളോട് കുറിച്ച് സംസാരിക്കാനുണ്ട്. എന്താ സംസാരിക്കാനുള്ളതെന്ന് സിദ്ധാർത്ഥ ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നു, അത് നേരിൽ കണ്ട് പറയേണ്ടതാ. ഇത് കേട്ട് സിദ്ധാർത്ഥ പറയുകയാണ്, ശരി, നാളെ ഓഫീസിലേക്ക് വാ, അവിടെ വെച്ച് സംസാരിക്കാം. അപ്പൊ സുധീഷ് പറയുന്നു, ഇല്ല സർ, സാറിനെ കാണാനായിട്ട് ഞാൻ വീടിന് പുറത്തുണ്ട്. സിദ്ധാർത്ഥ ചോദിക്കുന്നു, വീടിന് പുറത്തുണ്ടെന്നോ? ആരോട് ചോദിച്ചിട്ടാ നീ ഇങ്ങോട്ട് വന്നത്? പ്രധാനപ്പെട്ട കാര്യമാണ് സർ, ജീവിതത്തിന്റെ കാര്യമോ? ഒന്ന് പുറത്തേക്ക് വരുമോ സർ? അങ്ങനെ സുധീഷ് ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥ ചോദിക്കുകയാണ്, ജീവിതത്തിന്റെ കാര്യമോ? അപ്പൊ സുധീഷ് പറയുകയാണ്, അതെ സർ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളൊന്ന് പുറത്തേക്ക് വന്നാ മതി, 10 മിനിറ്റ് മതി, ഞാൻ സംസാരിച്ചിട്ട് വെക്കോളാം. ശരി, നീ അവിടെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാമെന്ന് സിദ്ധാർത്ഥ് പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, വാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെ സുധീഷ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ സംശയത്തോടു കൂടി ഒന്ന് ആലോചിച്ച് ഗേറ്റിന് പുറത്തേക്ക് വന്ന സിദ്ധാർത്ഥ് ചോദിക്കുന്നു, രാത്രി സമയത്ത് നിനക്ക് എന്താ സംസാരിക്കാനുള്ളത്? ജീവിതത്തിന്റെ കാര്യമാണെന്നൊക്കെ പറയുന്നു. നിധി എന്തെങ്കിലും പറഞ്ഞു വിട്ടതാണോ? അപ്പൊ സുധീഷ് പറയുകയാണ്, അതെ, നിധി പറഞ്ഞിട്ടാ ഞാൻ വന്നത്. നമുക്ക് കുറച്ചങ്ങോട്ടേക്ക് മാറി നിന്നാലോ? അപ്പൊ സിദ്ധാർത്ഥ് പറയുകയാണ്, അത് കുഴപ്പമില്ല, എന്താണെങ്കിലും ഇവിടെ നിന്ന് അങ്ങ് പറഞ്ഞാൽ മതി. അപ്പൊ സുധീഷ് പറയുകയാണ്, ഇവിടെ വേണ്ട, വാ സർ, ഞാൻ പറയാം, നമുക്ക് കുറച്ചങ്ങോട്ടേക്ക് മാറി നിന്നാ മതി. അങ്ങനെ സുധീഷ് മുന്നോട്ട് നടന്നു പോകുമ്പോൾ സിദ്ധാർത്ഥും പിന്നാലെ പോവുകയാണ്. തുടർന്ന് സിദ്ധാർത്ഥ് ചോദിക്കുന്നു, എന്താ പറയ്? സിദ്ധാർത്ഥിന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് സുധീഷ് ചോദിക്കുന്നു, എടാ, ഒരു പെണ്ണ് ജോലിക്ക് വന്നാൽ ഇങ്ങനെ പ്രണയമാണെന്ന് പറഞ്ഞ് ടോർച്ചർ ചെയ്യുമോ? എടാ, നിധി എന്റെ ഭാര്യ, നീ നിന്റെ ഇഷ്ടത്തിന് അവളുടെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുന്ന എന്തിനാ? ഓഫീസിൽ അവളെ തടഞ്ഞു നിർത്തി സംസാരിക്കുന്നു. അവള് ശല്യം ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ സുഭാഷേട്ടനെ കണ്ട് സത്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നു. എന്നിട്ട് രാത്രി സമയത്ത് സ്റ്റാഫുകളെല്ലാം പറഞ്ഞുവിട്ട് അവളെ മാത്രം ഓഫീസിൽ പിടിച്ചിരുത്തി ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്താടാ, ചോദിക്കാനും പറയാനും ആളില്ലെന്ന് വിചാരിച്ചോ? എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ചോദിക്കൂടാ. അങ്ങനെ സുധീഷ് സിദ്ധാർത്ഥിനെ തല്ലുകയാണ്. സിദ്ധാർത്ഥ ദേഷ്യത്തോടുകൂടി സുധീഷ് എന്ന് വിളിക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, എന്താടാ സുധീഷിന്? അങ്ങനെ സുധീഷ് സിദ്ധാർത്ഥിനെ തിരിച്ചു നിർത്തി കൈ പിടിച്ച് പിന്നോട്ടേക്കാക്കി ഇടിക്കുകയാണ്. സുധീഷ് എന്നെ വിടെന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് ബഹളം വെക്കുമ്പോൾ വീണ്ടും തല്ലുകയാണ് സുധീഷ്. വിടാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞ് സുധീഷിനെ തള്ളി മാറ്റുകയാണ് സിദ്ധാർത്ഥ്. സുധീഷ് വളരെ ദേഷ്യത്തോടുകൂടി സിദ്ധാർത്ഥിനെ നോക്കുമ്പോൾ വിരൽ ചൂണ്ടി സിദ്ധാർത്ഥ് ചോദിക്കുന്നു, നീ ആരുടെ ദേഹത്താടാ കൈവയ്ക്കുന്നത്? ഇപ്പൊ ഞാൻ പോലീസിനെ വിളിച്ചാൽ നീ ജയിലിൽ കിടക്കും. ഓ, പോലീസിനെ വിളിക്കുമെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥ് പറയുകയാണ്, ഇപ്പൊ തന്നെ വിളിക്കൂടാ, എന്റെ അങ്കിള് പോലീസിലാ, ഇപ്പൊ തന്നെ നിന്നെ അകത്താക്കും. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, അതേപോലെ ഞാനും നിധിയും പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് നീ എന്തൊക്കെയാണ് അവക്ക് മെസ്സേജ് അയച്ചത്, നീ എങ്ങനെയൊക്കെയാണ് ജോലിക്ക് വന്ന് അവളോട് സംസാരിച്ചതും പെരുമാറിയതും ഒക്കെ ഞങ്ങളും പറഞ്ഞോളാം. ഇത് കേട്ട് സിദ്ധാർത്ഥ എടാന്ന് വിളിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, നീ അയച്ച മെസ്സേജുകൾ, നിന്റെ സ്റ്റാറ്റസ്, അതെല്ലാം എന്റെ കയ്യിലുണ്ട്. നീ ഫോൺ വിളിച്ച് കംപ്ലൈന്റ് കൊടുക്ക്. ഇതൊക്കെ ആരുടെ അടുത്ത് പറയണമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല, മീഡിയക്കാരോടും പറയും. സോഷ്യൽ മീഡിയയിലെല്ലാം നിന്റെ മെസ്സേജ് കാണാം. പിന്നെ നീ നിന്റെ കമ്പനിയൊക്കെ അടച്ചു പൂട്ടിയിട്ട് നാട് വിടേണ്ടി വരും. എന്താടാ, നീ വിളിക്കുന്നില്ലേ? നിനക്കപ്പ പേടിയുണ്ട്. ആ പേടി നല്ലതാ. നാളെ നീ ഓഫീസിലേക്ക് പോകുമ്പോൾ ഇവിടെ നടന്ന ഒരു കാര്യവും അവിടെ പറയാൻ പാടില്ല. അങ്ങനെ നീ ഇവിടെ നടന്നത് ആരോടെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ ഉറപ്പായിട്ടും പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. സിദ്ധാർത്ഥ ദേഷ്യത്തോടുകൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് ചോദിക്കാണ്, എന്താണ് നോക്കി പേടിപ്പിക്കുന്നത്? നിനക്ക് പോലീസിനെ വിളിക്കണ്ടേ? അങ്ങനെ സുധീഷ് സിദ്ധാർത്ഥിന്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ച് കാരണം പുക ചടിക്കുകയാണ്. സിദ്ധാർത്ഥ കവളിൽ കൈവച്ച് സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, എന്താടാ, വേദനിക്കുന്നുണ്ടോ? ഇതിനു വേണ്ടിയാ നിന്നെ വിളിച്ചത്. ഈ വേദന സഹിച്ചു പിടിച്ച് ഒന്നും നടക്കാത്ത രീതിയിൽ അകത്തേക്ക് വെക്കും, പോടാ. ഇത് കേട്ട് സിദ്ധാർത്ഥ അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ വിരൽ ചൂണ്ടി സുധീഷ് പറയുന്നു, എടാ, നാളെ മുതൽ നിധിയോടൊരു അകൽച്ച ഉണ്ടാകണം. ജോലി ചെയ്യാനായി നിന്റെ ഓഫീസിലേക്ക് വരുന്ന അവളോട് അനാവശ്യമായി ഒരു വാക്കും വേണ്ടി പോകരുത്, പോടാ. ഇത് കേട്ട് സുധീഷിനെ തിരികെ നോക്കിക്കൊണ്ട് സിദ്ധാർത്ഥ അകത്തേക്ക് പോവുകയാണ്.
തുടർന്ന് ഭാസ്കരൻ പാട്ടും പാടി പുറത്തിരിക്കുമ്പോൾ വിഷമത്തോടുകൂടി ആലോചിച്ചിരിക്കുകയാണ് ഹരീഷ്. അടങ്ങിക്കിടക്കുന്ന നിധിയുടെ റൂമിലേക്ക് നോക്കി ടെൻഷനോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് നികേഷ്. ചാന്ദിനിയെ കാണാനായി പോയ സുഭാഷ് വീട്ടിലേക്ക് വരുമ്പോൾ ബൈക്കിൽ അവിടേക്ക് വരികയാണ് സുധീഷ്. ദേഷ്യത്തോടുകൂടി സുഭാഷിനെ നോക്കുന്നുണ്ട് സുഭാഷ് വിഷമത്തോടുകൂടി അകത്തേക്ക് പോകുമ്പോൾ സുധീഷും പിന്നാലെ പോകുന്നു. ഭാസ്കരനും നികേഷും ഹരീഷും എല്ലാം അവരെ ശ്രദ്ധിക്കുകയാണ്. ടെൻഷനോടുകൂടി നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടത്തി ഇതുവരെ റൂമിന്റെ കഥ തുറന്നിട്ടില്ല. അപ്പൊ അകത്ത് കയറി കഥ അടച്ചതാ, ഇതുവരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. സുഭാഷ് വിഷമത്തോടുകൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് മനസ്സിൽ പറയുകയാണ്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെ പോലെ ഭയന്ന് ആരോ ചോദിച്ചപ്പോൾ എല്ലാം പറഞ്ഞിട്ട് വന്നിരിക്കുന്നത് കണ്ടില്ലേ. അപ്പൊ നികേഷ് പറയുകയാണ്, ഏട്ടത്തി അകത്തേക്ക് പോയിട്ട് ഒരുപാട് നേരമായില്ലേ, റൂമിന്റെ കഥ തുറക്കാത്തത് എന്താ? അപ്പോൾ ഹരീഷ് പറയുകയാണ്, എടാ നീ അത് വിട്, ഏട്ടത്തി റൂമിൽ തന്നെ ഉണ്ടല്ലോ, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആകുന്നത്? അപ്പൊ നികേഷ് പറയുകയാണ്, എനിക്ക് ഒരുമാതിരി ഉണ്ട് ഹരീഷ് ഏട്ടാ. അപ്പോൾ ഹരീഷ് പറയുന്നു, അങ്ങനെയൊന്നും ഇല്ലടാ, നീ ടെൻഷൻ ആകണ്ട. ഒന്ന് ആലോചിച്ച് സുധീഷിന്റെ അരികിലേക്ക് വന്ന് നികേഷ് പറയുകയാണ്, സുധീഷ് ഏട്ടനെങ്കിലും പോയി ഏട്ടത്തിയുടെ റൂമിന്റെ വാതിലിൽ തട്ട്, എന്നിട്ടോ ഏട്ടത്തി ഓക്കെ ആണോ എന്ന് ചോദിക്ക്. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നു, എന്തിനാടാ? അവള് വല്ലാതെ ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോകുന്നത് നീയും കണ്ടതല്ലേ, അവളൊന്ന് റിലാക്സ് ആകട്ടെ, അവളുടെ അവസ്ഥ എന്താണെന്ന് അവക്ക് മാത്രമല്ലേ അറിയൂ, എനിക്ക് നിനക്കും അറിയില്ലല്ലോ. അവള് വരുമ്പോ വരട്ടെ, നീ ടെൻഷൻ ആകാതിരിക്കുക. നിധിയുടെ റൂമിലേക്ക് നോക്കി ടെൻഷനോടുകൂടി എല്ലാവരും പുറത്തു തന്നെ ഇരിക്കുകയാണ്. തുടർന്ന് നികേഷ് പറയുകയാണ്, സുധീഷ് എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല, ഞാൻ പോയി കഥകി തട്ടി വിളിക്കാൻ പോകുക. വേണ്ടാടെന്ന് സുധീഷ് പറയുമ്പോൾ നികേഷ് പറയുകയാണ്, എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല സുധീഷ് ഒരുപാട് നേരമായില്ലേ, എങ്ങനെയാ വിളിക്കാതിരിക്കുക? അങ്ങനെ നികേഷ് നിധിയുടെ റൂമിന്റെ അരികിലേക്ക് പോകുമ്പോൾ നികേഷ് ഇപ്പൊ വിളിക്കേണ്ടെന്ന് പറയുകയാണ്. സുധീഷും ഹരീഷും സുഭാഷും എല്ലാം ഏട്ടത്തിന്ന് വിളിച്ച് നികേഷ് വാതിലിൽ തട്ടുകയാണ്. നിധി പുറത്തേക്ക് ശ്രദ്ധിക്കുമ്പോൾ നികേഷ് പറയുന്നു, ഏട്ടത്തി പ്ലീസ് കഥക് തുറക്ക്, ഏട്ടത്തി എനിക്ക് വേണ്ടി ഒന്ന് കഥക് തുറക്ക്, എന്താണെങ്കിലും നമുക്ക് സംസാരിക്കാം. അങ്ങനെ നികേഷ് വീണ്ടും വാതിലിൽ തട്ടി ഏട്ടത്തിന്ന് വിളിക്കുമ്പോൾ നിധി വാതിൽ തുറക്കുകയാണ്. എല്ലാവരും നിധിയെ ശ്രദ്ധിക്കുന്നു. എന്താന്ന് നിധി ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ്, ഏട്ടത്തി കുറെ നേരമായി അകത്ത് തന്നെ ഇരിക്കുകയല്ലേ, അതുകൊണ്ടാ വിളിച്ചത്. നിധി ചോദിക്കുന്നു, അതുകൊണ്ട് നിനക്കെന്താ പ്രശ്നം? അപ്പൊ നികേഷ് പറയുകയാണ്, ഏട്ടത്തി അതല്ല, ഏട്ടത്തി ആരോടും സംസാരിക്കാതെ റൂമിനകത്ത് ഇരിക്കുന്നത് എനിക്ക് വിഷമോ. എന്ത് വഴക്ക് നടന്നാലും എന്നോടെങ്കിലും സംസാരിച്ചൂടെ? വാ ഏട്ടത്തി പുറത്ത് വന്നിരിക്കുക, എനിക്ക് എന്തോ ഒരു വല്ലായിക. നിധി ചോദിക്കുന്നു, നിനക്ക് എന്തോ വല്ലായിക ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ പുറത്ത് വന്നിരുന്ന നിന്നോട് സംസാരിക്കണം? നീ കൊച്ചുകുട്ടിയാണോ? ഒരാള് ഏത് അവസ്ഥയിലാണ് ഇരിക്കുന്നത്, അവരുടെ ഇമോഷൻ എന്താ, ഇതൊക്കെ ഒന്ന് ആലോചിച്ചൂടെ? ആർക്ക് എന്ത് സംഭവിച്ചാലും എല്ലാവരും നിന്നോട് ചിരിച്ചോണ്ട് സംസാരിക്കണം. നീ എന്താ കൈക്കുഞ്ഞാണോ? ദയവ് ചെയ്ത് പോ നികേഷ്, എന്നെ തനിച്ചുവിട് പ്ലീസ് എന്ന് പറഞ്ഞ് നിധി റൂമിന്റെ വാതിൽ അടയ്ക്കുകയാണ്. സുധീഷ് മനസ്സിൽ പറയുന്നു, ഞാൻ വിചാരിച്ചതാ, പറഞ്ഞാൽ ആര് കേൾക്കാനാ? നികേഷിന്റെ തോളിൽ കൈവച്ച് ഹരീഷ് പറയുകയാണ്, ഞാൻ പറഞ്ഞതല്ലേ വിളിക്കണ്ടെന്ന്, നീ ഇവിടെ ഇരിക്ക്. നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി എന്താ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? അപ്പൊ ഹരീഷ് പറയുകയാണ്, അത് അറിയാവുന്നത് കൊണ്ടാ നിന്നോട് പോകണ്ടെന്ന് പറഞ്ഞത്. ഏട്ടത്തിക്ക് നോർമൽ ആകാൻ കുറച്ച് ടൈം വേണമല്ലോ. വാതിലിൽ ഇങ്ങനെ തട്ടി വിളിച്ചുകൊണ്ടിരുന്നാൽ ഏട്ടത്തിക്ക് ദേഷ്യം കൂടത്തേയുള്ളൂ. ഈ രാത്രി ഏട്ടത്തിയെ തനിച്ചുവിട്, നമുക്ക് രാവിലെ സംസാരിക്കാം. ഇതെല്ലാം കേട്ട് സുഭാഷ് വിഷമത്തോടുകൂടി നിൽക്കുമ്പോൾ സുധീഷ് സുഭാഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. സുഭാഷ് ഇടയ്ക്കിടയ്ക്ക് സുധീഷിനെ നോക്കുകയാണ്. കുറച്ചു സമയത്തിന് ശേഷം വെള്ളവുമായി നിധിയുടെ റൂമിന്റെ അരികിലേക്ക് വന്ന സുധീഷ് പറയുന്നു, വഴക്ക് കേട്ടാലും കുഴപ്പമില്ല, വിളിക്കാൻ പോവാ. അങ്ങനെ വാതിൽ തട്ടി സുധീഷ് നിധിയെ വിളിക്കുകയാണ്. നിധി വാതിൽ തുറക്ക്, ഞാനാ സുധീഷ്. ഒന്ന് ആലോചിച്ച് വാതിൽ തുറന്ന് സുധീഷിനോട് അകത്തേക്ക് വരാൻ പറയുകയാണ് നിധി. ശരിയെന്ന് പറഞ്ഞ് സുധീഷ് അകത്തേക്ക് കയറുമ്പോൾ നിധി ബെഡിലേക്ക് പോയി ഇരിക്കുകയാണ്. ടെൻഷനോടുകൂടി പുറത്തിരിക്കുന്ന ഹരീഷിനെ ഒന്ന് നോക്കിയിട്ട് സുധീഷ് മനസ്സിൽ പറയുകയാണ്, തനിച്ച് റൂമിനകത്ത് വിളിച്ചു കയറ്റി അടിക്കാനാണോ? എന്തായാലും വാതിൽ അടച്ചേക്കാം, അപ്പൊ ആരും അറിയില്ലല്ലോ. അങ്ങനെ സുധീഷ് വാതിൽ അടച്ചിട്ട് വെള്ളം അവിടേക്ക് വെക്കുകയാണ്. ഈ സമയമെല്ലാം ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് നീതു. കോള് കണ്ട് ദേഷ്യത്തോടുകൂടി തലയിൽ കൈവച്ച് ഹരീഷ് പറയുകയാണ്, ഇവളൊരു സമാധാനവും തരില്ലല്ലോ. തുടർന്ന് വിഷമത്തോടുകൂടി ഇരിക്കുന്ന നിധിയോട് സുധീഷ് പറയുന്നു, നിധി സോറി. അപ്പൊ നിധി പറയുകയാണ്, അവൻ എന്തൊക്കെയാ എന്നോട് ചോദിച്ചെന്നറിയോ? എല്ലാ സ്റ്റാഫുകളെയും പറഞ്ഞു വിട്ടിട്ട് എന്നെ മാത്രം അവിടെ പിടിച്ചിരുത്തി. വർക്കിന്റെ കാര്യം എന്തോ പറയാനാണ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ അവൻ എന്റെ ജീവിതകഥ മുഴുവൻ എന്നോട് പറയുന്നു, അതും അധികാരത്തോടെയും അവകാശത്തോടെയും പറയുന്നു. അവൻ ആരാ? അവൻ എന്തിനാ എന്റെ പേഴ്സണൽ ലൈഫിൽ കയറി ഇടപെടുന്നത്? ഇപ്പൊ ആലോചിക്കുമ്പോ പോലും എനിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. അവനെ കൊല്ലാനുള്ള ദേഷ്യം എനിക്ക്. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, അവന് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു നിധി. സംശയത്തോടുകൂടി സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് നിധി പറയുകയാണ്, മനസ്സിലായില്ല. അപ്പൊ സുധീഷ് പറയുന്നു, അവൻ നിധിയോട് പറഞ്ഞതിനൊക്കെ ഞാൻ അവന് ശിക്ഷ കൊടുത്തിട്ടുണ്ട്. എന്താ ഈ പറയുന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, അതെ നിധി പറയുന്നതൊക്കെ കേട്ട് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാ ഞാൻ ഈ രാത്രി തന്നെ അവനെ കാണാൻ പോയത്. നിധിയോട് അവൻ പറഞ്ഞതിനൊക്കെ ഞാൻ ശിക്ഷ കൊടുത്തു. ഞാൻ തല്ലി ചതച്ചിട്ടാ വന്നത്. ഇത് കേട്ടി നിധി അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ഞാൻ അവനെ തല്ലിയതിന് നിധിക്ക് എന്നോട് ദേഷ്യം ഉണ്ടായിരിക്കും. ഞാൻ റൗഡിയാണെന്നൊക്കെ പറയും, അതെനിക്കറിയാം. പക്ഷെ ഇതല്ലാതെ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. അവൻ ആരാ നിധിയോട് ഇതൊക്കെ വന്ന് പറയാൻ? ജോലിയെ കുറിച്ചല്ലാതെ ഒരു വാക്ക് പറയേണ്ട കാര്യം അവനില്ല. അനാവശ്യമായി അവൻ നിധിയോട് സംസാരിക്കുന്നതും മെസ്സേജ് അയക്കുന്നതും ഒക്കെ തെറ്റല്ലേ? ടെൻഷനോടുകൂടി നിധി ചോദിക്കുന്നു, സുധീഷ് അവനെ ഒരുപാട് അടിച്ചോ? അപ്പൊ സുധീഷ് പറയുകയാണ്, അടിച്ചു. അവനോടൊക്കെ മര്യാദയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ലല്ലോ. ഇത് കേട്ട് നിധി പറയുകയാണ്, ഇതാ പ്രശ്നം. പോലീസ് കേസ് ആയാൽ എന്ത് ചെയ്യും? അപ്പൊ സുധീഷ് പറയുകയാണ്, പോലീസ് കേസ് ഒന്നും ആകില്ല. അവൻ
പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്കൊന്നും പോകില്ല. നാളെ നിധി ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ ഒരക്ഷരം മിണ്ടില്ല അവൻ. ഓഫീസിലുള്ള ഒരാളോട് പോലും ഞാൻ അവനെ തല്ലിയ കാര്യം പറയില്ല. കാല് തന്നെ ബാത്റൂമിൽ വീണെന്നോ സ്റ്റെപ്പിൽ വീണെന്നോ അങ്ങനെ എന്തെങ്കിലും നുണ പറഞ്ഞോളൂ അവൻ. സംശയത്തോടുകൂടി നിധി ചോദിക്കേണ്ട, സുധീഷ് ഇത് കേസാകില്ല എന്ന് എന്തുകൊണ്ടാ പറയുന്നത്? പുഞ്ചിരിച്ച സുധീഷ് പറയുകയാണ്, അതൊക്കെ അങ്ങനെയാണ് നിധി. നിധി വേണമെങ്കിൽ നോക്കിക്കോ, അവൻ ഇതിനെ കുറിച്ച് നിധിയോട് ചോദിക്കാൻ വരില്ല, മറ്റാരോടും ഈ കാര്യം പറയില്ല. ഉറപ്പാണോ എന്ന് നിധി ചോദിക്കുമ്പോൾ പുഞ്ചിരിച്ച് സുധീഷ് പറയുകയാണ്, ഉറപ്പ് നിധി, അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാ ഞാൻ വന്നത്. നാളെ ഓഫീസിൽ പോയിട്ട് നിധി പറഞ്ഞാ മതി. നിധി ചോദിക്കുന്നു, നന്നായിട്ട് ചോര വരുന്ന രീതിയിലാണോ അവനെ തല്ലിയത്? പുഞ്ചിരിച്ച് നിധി ഒന്ന് നോക്കിയിട്ട് സുധീഷ് പറയുകയാണ്, ചോരയൊക്കെ നന്നായി വന്നു, നല്ല അടിയല്ലേ കൊടുത്തത്? അപ്പൊ നിധി പറയുകയാണ്, അവൻ അത് വേണം, എന്തൊരു അഹങ്കാരമായിരുന്നു. അവന്റെ അഹങ്കാരം കൊണ്ടല്ലേ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, അതിനല്ലേ അവൻ എന്റെ കയ്യിൽ നിന്ന് കിട്ടിയത്. പുഞ്ചിരിച്ച നിധി പറയുന്നു, ഇപ്പോഴായി എനിക്കൊരു സമാധാനമായത്. അവൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളതായിരുന്നു എന്റെ ദേഷ്യം. ഇപ്പൊ റിലാക്സ് ആയി. ചിരിച്ചുകൊണ്ട് സുധീഷ് പറയുകയാണ്, അവന് കൊടുക്കേണ്ടതെല്ലാം നന്നായി കൊടുത്തിട്ടുണ്ട് ഞാൻ. നിധി റിലാക്സ് ആയിട്ടിരിക്കെ, ദാ ഈ വെള്ളം കുടിക്ക്. നിധി സന്തോഷത്തോടു കൂടി സുധീഷിന്റെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങിച്ചു കുടിക്കുകയാണ്. തുടർന്ന് ഒന്ന് ആലോചിച്ച് സുധീഷ് പറയുന്നു, നിധി, സുഭാഷ് ഏട്ടൻ നമ്മുടെ ജീവിതത്തെ കുറിച്ച് പറയാൻ പാടില്ലായിരുന്നു. എന്നാലും അത്. അപ്പോൾ നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടൻ ചെയ്തത് തെറ്റാ, അത് ഞാനും സുഭാഷ് ഏട്ടനും കൂടി സംസാരിച്ചോളാം, സുധീഷ് അത് വിട്ടേര്. ഇത് കിട്ടി പുഞ്ചിരിച്ച് തലയാട്ടി സുധീഷ് മനസ്സിൽ പറയുകയാണ്, എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ചു. തുടർന്ന് രാവിലെ ഹാളിലേക്ക് വന്ന സുധീഷ് ചുറ്റും നോക്കുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടൻ സുഭാഷ് ഏട്ടനെ നോക്കുകയാണോ? അതേന്ന് സുധീഷ് പറയുമ്പോൾ ഹരീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടൻ പുറത്തിരിപ്പുണ്ട്. സുധീഷ് വിഷമത്തോടു കൂടി പുറത്തിരിക്കുന്ന സുഭാഷിനെ നോക്കുമ്പോൾ നികേഷ് പറയുകയാണ്, സുധീഷ് ഏട്ടൻ അറിയുമോ, രാത്രി ഉറങ്ങിയിട്ടില്ല സുഭാഷ് ഏട്ടൻ. ഏട്ടത്തി ദേഷ്യപ്പെട്ടത് കുഴപ്പമില്ല, പക്ഷെ സുധീഷ് ഏട്ടൻ അങ്ങനെ അല്ലായിരുന്നു, വല്ലാതെ ദേഷ്യപ്പെട്ടു. ഹരീഷ് ചോദിക്കുന്നു, ഇതെല്ലാം സുഭാഷ് ഏട്ടൻ വേണോന്ന് കരുതി ചെയ്തതല്ലെന്ന് സുധീഷ് ഏട്ടനും അറിയാലോ, അപ്പൊ സുധീഷ് ഏട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞത് ശരിയാണോ? നമ്മുടെ സുഭാഷ് ഏട്ടനല്ലേ ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്ന് പറഞ്ഞ് സുധീഷ് സുഭാഷിന്റെ അരികിലേക്ക് പോവുകയാണ്. അരികിലേക്ക് ചെന്ന് സുഭാഷ് ഏട്ടാന്ന് സുധീഷ് വിളിക്കുമ്പോൾ കണ്ണു നിറഞ്ഞ് സുധീഷ് എന്ന് വിളിച്ച് അവിടെ വന്ന് എഴുന്നേറ്റ് കൈകൂപ്പി സുഭാഷ് പറയുകയാണ്, സുധീഷ് എന്നോട് ക്ഷമിക്കടാ. കണ്ണു നിറഞ്ഞ് സുഭാഷിന്റെ കയ്യിലേക്ക് പിടിക്കുകയാണ് സുധീഷ്. അപ്പോൾ സുഭാഷ് പറയുന്നു, ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നടാ, ഞാൻ വേണോന്ന് കരുതി ചെയ്തതല്ലടാ. അയാള് ചോദിച്ച ഉടനെ പറഞ്ഞുപോയി. എന്താണെങ്കിലും ഇത് നമ്മുടെ കുടുംബത്തിലെ കാര്യമായിരുന്നു, അതൊക്കെ ഞാൻ ആരോടും പറയാൻ പാടില്ലായിരുന്നു. നിധി ജോലി ചെയ്യുന്ന കമ്പനി ഓണറോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. അയാള് 2-3 പ്രാവശ്യം നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്, നന്നായി സംസാരിച്ചിട്ടുണ്ട്, ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, നല്ല മനുഷ്യനാണല്ലോ എന്ന് വിചാരിച്ച ഞാൻ നടന്ന കാര്യങ്ങളെല്ലാം അയാളോട് പറഞ്ഞത്. അയാൾ നിധിയെ ശല്യം ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം സത്യമായിട്ടും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ചെയ്ത തെറ്റ് കാരണം നിങ്ങൾ ഒരുപാട് വിഷമിച്ചു, എന്നോട് ക്ഷമിക്കടാ സുധീഷ്. കയ്യിൽ പിടിച്ച് സുധീഷ് പറയുകയാണ്, സുഭാഷേട്ടാ ഞാൻ പറഞ്ഞില്ലേ അത് വിടാൻ. ഈ സമയം തുണി വിരിക്കാനായി പുറത്തേക്ക് ഇറങ്ങി വന്ന നിധി സുഭാഷിനെയും സുധീഷിനെയും ശ്രദ്ധിക്കാതെ ദേഷ്യത്തോടു കൂടി തുണി വിരിച്ചിട്ട് അകത്തേക്ക് പോവുകയാണ്. അപ്പൊ സുഭാഷ് പറയുകയാണ്, നിധി ഇനി എന്നോട് മിണ്ടില്ലേ, എന്റെ മുഖത്ത് പോലും നോക്കുന്നില്ലല്ലോ. അപ്പൊ സുധീഷ് പറയുകയാണ്, അങ്ങനെയൊന്നും ഇല്ല സുഭാഷേട്ടാ, അതൊക്കെ ശരിയായിക്കോളൂ, നിധിയുടെ ദേഷ്യം കാര്യമാക്കണ്ട. തുടർന്ന് കുളി കഴിഞ്ഞു വന്ന നിധി ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ചായ കുടിച്ച് പത്രം വായിച്ചുകൊണ്ട് ഹാളിലിരിക്കുകയാണ് ഭാസ്കരൻ. കുറച്ചിപ്പുറത്തായി നിൽക്കുന്ന സുധീഷും ഹരീഷും നികേഷും എല്ലാം നിധിയെ ശ്രദ്ധിക്കുന്നുണ്ട്. ചായയുമായി നിധിയുടെ അരികിലേക്ക് വന്ന സുഭാഷ് പറയുന്നു, നിധി മോളെ ചായ. സുഭാഷ് എന്ന് നോക്കിയിട്ട് ആ ചായ വാങ്ങിച്ച് അവിടേക്ക് വെക്കുകയാണ് നിധി. എല്ലാവരും അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. നിധി ഭഗവാന്റെ മുന്നിൽ തൊഴുതു നിൽക്കുമ്പോൾ കണ്ണു നിറഞ്ഞ് കൈ തൊഴുത് സുഭാഷ് പറയുന്നു, എന്നോട് ക്ഷമിക്കണം നിധി. എല്ലാവരും വളരെ വിഷമത്തോടുകൂടി സുഭാഷിനെ നോക്കുമ്പോൾ നിധിയും കണ്ണു നിറഞ്ഞ് സുഭാഷിനെ നോക്കുകയാണ്. അപ്പൊ സുഭാഷ് പറയുകയാണ്, സത്യമായിട്ടും ഞാൻ വേണമെന്ന് കരുതി ചെയ്തതല്ല മോളെ. അവൻ മോളോട് ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിച്ചതുപോലും ഇല്ല മോളെ. അവൻ എങ്ങനെയുള്ള ആളാണെങ്കിലും നമ്മുടെ കുടുംബത്തിലെ കാര്യം അവനോട് ഞാൻ പറയാൻ പാടില്ലായിരുന്നു. ഞാൻ ചെയ്തത് വലിയ തെറ്റാ, എന്നോട് ക്ഷമിക്കും മോളെ. ഞാൻ ഇനി സത്യമായിട്ടും ആരോടും ഇങ്ങനെയൊന്നും പറയില്ല. നീ എന്നോട് സംസാരിക്കാതിരിക്കുന്നത്, മുഖത്ത് പോലും നോക്കാതെ ഇരിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല മോളെ. എനിക്കിത് താങ്ങാൻ കഴിയുന്നില്ല, എന്നോട് ക്ഷമിക്കും മോളെ. അങ്ങനെ കൈകൂപ്പി സുഭാഷ് കരയുമ്പോൾ കരഞ്ഞ് സുഭാഷിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിധി ചോദിക്കുന്നു, എന്താ സുഭാഷ് ഏട്ടാ ഇത്? എന്നോട് ക്ഷമ ചോദിക്കുന്നത് എന്തിനാ? ഞാൻ അങ്ങനെയൊന്നും സുഭാഷ് ഏട്ടനോട് സംസാരിക്കാൻ പാടില്ലായിരുന്നു. എനിക്കപ്പം നല്ല ദേഷ്യം വന്നുപോയി. ആ ദേഷ്യത്തിലാ ഞാൻ സുഭാഷ് ഏട്ടനെ എന്തൊക്കെയോ പറഞ്ഞത്. എനിക്ക് സുഭാഷ് ഏട്ടനെ അറിയത്തില്ലേ, സുഭാഷ് ഏട്ടൻ നല്ലതിനു വേണ്ടിയായിരിക്കും അത് പറഞ്ഞത്. പക്ഷെ അയാൾ അങ്ങനെയുള്ള ആളല്ല. അതെല്ലാം അറിഞ്ഞ അയാൾ എന്നോട് വളരെ മോശമായിട്ടാ പെരുമാറിയത്. അന്ന് രാവിലെ ഞാൻ അവനോട് പറഞ്ഞത് എന്റെ കല്യാണം കഴിഞ്ഞതാ സുധീഷ് എന്റെ ഭർത്താവെന്ന്. 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൻ എന്റെ അരികെ വന്നിട്ട് പറയുന്നു, നിന്റെ കല്യാണം കഴിഞ്ഞത് എങ്ങനെയാണെന്ന് എനിക്കറിയാം, ഫേക്ക് മാരേജ് അല്ലേ, ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ടില്ലേ, പിന്നെ എന്തിനാ ആ വീട്ടിൽ താമസിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത് സുഭാഷ് ഏട്ടാ? ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്റെ ബോസ് എന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അത് വെച്ച് ചോദ്യങ്ങൾ ചോദിച്ചാൽ എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. ആ ദേഷ്യത്തിൽ ഞാൻ സുഭാഷ് ഏട്ടനോട് ഒരുപാട് ഓവറായിട്ടാ സംസാരിച്ചത്. സോറി സുഭാഷ് ഏട്ടാ. അപ്പൊ സുഭാഷ് ചോദിക്കുകയാണ്, മോൾ എന്തിനാ എന്നോട് സോറി പറയുന്നത്? ഈ കാര്യത്തില് മുഴുവൻ തെറ്റും ചെയ്തത് ഞാനാ. ഞാൻ അവനോട് അങ്ങനെയൊന്നും പറഞ്ഞില്ലായിരുന്നെങ്കിൽ മോളുടെ അരികിൽ വന്ന് അവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുമായിരുന്നു. എല്ലാത്തിനും ഞാനാ കാരണം, എന്നോട്
ക്ഷമിക്കും മോളെ. സുഭാഷിന്റെ കയ്യിൽ പിടിച്ച് നിധി ചോദിക്കണേ, എന്താ സുഭാഷ് ഏട്ടാ ഇത്? സുഭാഷ് ഏട്ടൻ കരഞ്ഞാൽ എനിക്കും കരച്ചിൽ വരും. അങ്ങനെ സുഭാഷിന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കരഞ്ഞുകൊണ്ട് നിധി പറയുകയാണ്, ഞാൻ സുഭാഷ് ഏട്ടനോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. സോറി സുഭാഷ് ഏട്ടാ. നിധിയെ തലോടിക്കൊണ്ട് സുഭാഷ് പറയുന്നു, സാരമില്ല മോളെ, കരയല്ലേ മോളെ. ഇത് കണ്ട് ഭാസ്കരൻ പറയുകയാണ്, ഈ ആങ്ങളെയും പെങ്ങളെയും കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ. രണ്ടുപേരും കൂടി കരഞ്ഞു കരഞ്ഞ് വീട് മുഴുക്ക വെള്ളമാകുമെന്നാ തോന്നുന്നത്. ഇത് കേട്ട് എല്ലാവരും പുഞ്ചിരിച്ച മുഖത്തോട്ട് മുഖം നോക്കുമ്പോൾ ഭാസ്കരൻ ചോദിക്കുകയാണ്, ആരാവൻ? എന്ത് ഓണറാണെങ്കിലും ഒരാളുടെ പേഴ്സണൽ കാര്യത്തിൽ തലയിടുന്നത് ശരിയാണോ? അവന് വിവരമില്ലേ? ഇപ്പൊ രണ്ടുപേർക്കും സമാധാനമായില്ലേ? ഇനി അത് വിട്. വെറുതെ കരഞ്ഞ അസുഖം വരുത്തരുത്. നടക്കുന്നതെല്ലാം നന്മയ്ക്കാണെന്ന് വിചാരിച്ചാ മതി. കർച്ചീഫുമായി നിധിയുടെ അരികിലേക്ക് ചെന്ന് സുധീഷ് പറയുന്നു, നിധി കണ്ണു തുടച്ചോ. നിധി തുടച്ചിട്ട് സുഭാഷ് ഏട്ടന് കൊടുക്ക്. നിധി ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, വേണ്ടെങ്കിൽ വേണ്ട. അപ്പൊ സുഭാഷ് പറയുകയാണ്, ഞാൻ ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ല മോളെ. ഇത് കേട്ട് നിധി പറയുന്നു, ഞാനും സുഭാഷ് ഏട്ടനോട് ഇനി ഇങ്ങനെയൊന്നും സംസാരിക്കില്ല. ഇനി നമ്മുടെ കുടുംബത്തിന്റെ കാര്യങ്ങളൊന്നും ഞാൻ ആരോടും ആവശ്യമില്ലാതെ പറയില്ല. ഇത് സത്യം എന്ന് പറഞ്ഞ് നിധിയുടെ കയ്യിൽ തൊട്ട് സത്യം ചെയ്യുകയാണ് സുഭാഷ്. അപ്പൊ നിധി പറയുന്നു, എന്ത് പ്രശ്നമാണെങ്കിലും ഞാൻ സുഭാഷ് ഏട്ടനോട് അങ്ങനെയൊക്കെ പറഞ്ഞത് തെറ്റാ. ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ സുഭാഷ് ഏട്ടനെ അങ്ങനെയൊന്നും പറയില്ല. അങ്ങനെ നിധി സത്യം ചെയ്യുമ്പോൾ സുഭാഷ് പറയുകയാണ്, അയ്യോ അതൊന്നും സാരമില്ല മോളെ. അപ്പൊ സുധീഷ് പറയുകയാണ്, എന്നാലും സുഭാഷ് ഏട്ടാ ഇങ്ങനെ ആരോടും പറയാൻ നിൽക്കരുത്. ദേഷ്യത്തോടു കൂടി നിധി സുധീഷിനോട് ചോദിക്കുന്നു, നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചോ? സുഭാഷ് ഏട്ടനെ കുറ്റപ്പെടുത്താൻ നിങ്ങളാരാ? സുഭാഷ് ഏട്ടൻ എന്ത് ചെയ്യണമെന്ന് സുധീഷാണോ തീരുമാനിക്കുന്നത്? ഇത് കേട്ട് ഭാസ്കരൻ പറയുകയാണ്, അങ്ങനെ പറ. അപ്പൊ നിധി പറയുന്നു, വലിയ ജ്ഞാനിയെ പോലെ സുഭാഷ് ഏട്ടനെ വഴക്ക് പറയുന്നത് കണ്ടായിരുന്നല്ലോ, മിണ്ടാതിരിക്കവിടെ. ഇത് കേട്ട് സുധീഷ് തലയാട്ടുമ്പോൾ ഭാസ്കരൻ പതിയെ പറയുന്നു, ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഹരീഷും നികേഷും പുഞ്ചിരിച്ച മുഖത്തോട് മുഖം നോക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, മോളെ ചായ ആറി, ഞാൻ ചൂടാക്കി കൊണ്ടുവരാം. അപ്പൊ നിധി പറയുകയാണ്, അത് സാരമല്ല സുഭാഷ് ഏട്ടാ, ഇങ്ങതാ ഇപ്പോഴും ചൂടുണ്ട്. അങ്ങനെ നിധി ആ ചായ കുടിക്കുമ്പോൾ സുധീഷ് മനസ്സിൽ പറയുകയാണ്, ഇപ്പൊ ഞാൻ ഔട്ട്. സന്തോഷത്തോടു കൂടി നികേഷ് പറയുകയാണ്, രണ്ടുപേരുടെ ഇടയിലെ പ്രശ്നം തീർന്നല്ലോ, സമാധാനമായി. നിധിയും സുഭാഷും കണ്ണു നിറങ്ങി പുഞ്ചിരിച്ച് മുഖത്തോട് മുഖം നോക്കുമ്പോൾ ഭാസ്കരനും സുധീഷും നികേഷും ഹരീഷും എല്ലാം വളരെ സന്തോഷത്തോടു കൂടി അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്